ഡൊറാഡോയുടെ ഒരു സാധാരണ ഒരു സ്വഭാവം വെച്ചിട്ട് വണ്ടി പണിയേണ്ട സമയമായി. സീസൺ ടൈം അല്ലേ? അതെ. അപ്പൊ ഓട്ടോ ഉണ്ടല്ലോ, നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ്. എൻക്വയറി ഉണ്ട്. ഇത് 33 സീറ്റ് അല്ലേ? ഇപ്പൊ നിങ്ങളുടെ ഗാരേജിലേക്ക് ഇത് ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫേസ് ലിഫ്റ്റും കാരണം പല സാധനങ്ങളൊക്കെ ഇപ്പൊ കാണുമല്ലോ. കാരണം നിങ്ങള് പൊതുവെ ഇപ്പൊ ഒരു വെറൈറ്റി കൊടുക്കുന്ന ടീമാണ്. അപ്പൊ എന്തായാലും അത് കഴിയുമ്പോൾ എന്തായാലും ഞാനൊരു വരും കൂടി വരും. ഗാരേജ് ഒന്നും എനിക്ക് കാണണം, കാരണം എനിക്ക് ഇതുവരെ വരാൻ പറ്റിയില്ല. എന്തായാലും വരും, ഞാൻ എന്തായാലും വരാം. തീർച്ചയായും നമുക്ക് പരിമിതിയായിട്ടുള്ളൊരു സ്ഥലം മതി. അതെ, അത് ശരിയാണ്. നമ്മള് അതെ വണ്ടി പെട്ടെന്ന് ഒടിഞ്ഞു പോരുകയൊക്കെ ചെയ്യും. ഒടിഞ്ഞു പോരും. അതിന് നമുക്ക് ആ ഒരു ഇല്ല. കാരണം പിന്നെ സൈഡ് മിറർ ഇതിൽ ഏറ്റവും എടുത്തു പറയണത് സൈഡ് മിറർ നല്ലോണം നമുക്ക് രണ്ട് സൈഡും കാണാം. വിഷ്വലി പക്കയാണല്ലേ. പിന്നെ നമുക്ക് പിന്നെ എപ്പോഴും നമുക്കൊരു വണ്ടി കൊണ്ട് കിടക്കുമ്പോൾ ഒരു ധാരണയുണ്ടല്ലോ, നിലവിൽ ലൈറ്റ് എല്ലാം ഓഫാണ്. അതെ അതെ. ഇപ്പൊ നമ്മള് ഡോർ തുറക്കാൻ നേരത്ത് ഫുൾ കത്തും. ഫുള്ള് ലൈറ്റാണ്. ഓ ഗൈസ്, അപ്പൊ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് കത്തും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത് സേഫ്റ്റി മെഷർ ആണ്. ഓക്കെ, പക്ഷേ എനിക്കൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ കാര്യം പറയട്ടെ, ഇപ്പൊ ഈ ഡോർ ഇങ്ങനെ തുറന്ന് ഈ യാത്ര രാത്രിയിൽ നമ്മൾ പോകുമ്പോ ഡ്രൈവർ ഇൻകേസ് തുറക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഫുൾ ആൾക്കാർ തുറക്കട്ടെ ആണ് നമ്മൾ അവിടെ ഓഫ് ചെയ്തത്. രാത്രിയിൽ ഒരാൾക്ക് ഒരു അർജന്റ് ഉണ്ടെന്ന് പുറത്തോട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുറന്നു കഴിയുമ്പോഴത്തേക്ക് വണ്ടർഫുൾ എപ്പിസോഡ് ഓഫ് ഓട്ടോമോട്ടീവ്. അപ്പോൾ ഓട്ടോമോട്ടീവ് പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നുണ്ട് നമ്മുടെ ജൊറാഡോയുടെ സ്വന്തം ഫോഴ്സിന്റെ മോണോബസിന്റെ മുമ്പിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഫോഴ്സിന്റെ ഈ മോണോബസിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കമോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. പൊതുവെ ഇന്ത്യൻ വാഹന വിപണിയിൽ ഇറങ്ങിയെങ്കിലും ഇപ്പോഴും നമ്മുടെ ടൂറിസ്റ്റ് മേഖലയിലേക്ക് അത്ര സുപരിചിതമായ ഒരു മുഖമല്ല നമ്മുടെ ഫോഴ്സിന്റെ ഈ മോണോബസില്ല. ഇപ്പം ഞാനിപ്പോൾ ജൊറാഡോ ശരിക്കും പറഞ്ഞൊരു വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഇപ്പോൾ ഒരു തുടക്കം കൊടുക്കുന്ന ഒരു ടീം തന്നെ ആയിരിക്കും. കാരണം ഇങ്ങനെ ഫോഴ്സിന്റെ ഒരു മോണോബസ് കൂടി ഇറക്കുക. ഇപ്പം ഇതിന്റെ നമ്മൾ പൊതുവെ പുറമേ നിന്നുള്ള ലുക്ക് നോക്കി കഴിഞ്ഞാൽ ഫോഴ്സിന്റെ എല്ലാ വാഹനത്തിലും ഈനഫ് നമ്മുടെ ട്രാവലറിലാവട്ടെ എന്തിലും ആവട്ടെ നമ്മൾ കാണുന്ന ഫോഴ്സ് എന്നുള്ള ബാഡ്ജിങ്, ആ സ്പേസ് ഒക്കെ ഇട്ടിട്ടുള്ള ആ ബാഡ്ജിങ്, ഒരു സിൽവർ പ്ലേറ്റഡ് ബാഡ്ജിങ് ഉണ്ട്. പിന്നെ ഫോഴ്സിന്റെ ആ ഒരു ആ അഭിമാനകരമായ ചിഹ്നം അവരുടെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്പർ പ്ലേറ്റ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ നല്ല രീതിയിലൊരു എയറോഡാമും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കാരണം നമുക്കൊരു ഈ എഞ്ചിനുള്ള ഹീറ്റ് കാര്യങ്ങളൊക്കെ പോകാൻ പാകത്തിൽ നല്ല വലിപ്പത്തിലാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് കാരണം വണ്ടിക്ക് നല്ല അകത്ത് കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റൗണ്ടിലൊരു ലുമിക്സിൻ്റെ ലൈറ്റാണ് കൊടുത്തത്. ഇത് പ്ലസ് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ അത്ര മാത്രമേ ഫ്രണ്ടിലുള്ളൂ. വേറെ ലൈറ്റുകളോ കാര്യങ്ങളോ ഒന്നും കമ്പനിനകത്ത് കൊടുത്തിട്ടില്ല. ഇനി വേണമെങ്കിൽ ഫോഗ് ലാമ്പ് കൊടുക്കാൻ പാകത്തിന് ഈ ഒരു ഭാഗങ്ങളിൽ നമുക്ക് ഗ്യാപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വോൾവോ ടൈപ്പ് നമ്മുടെ മറ്റു ബസ്സുകൾക്കൊക്കെ വന്നുകൊണ്ട് വോൾവോ ടൈപ്പ് നമ്മുടെ വൈപ്പർ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരുന്നത്. പിന്നെ ഒരു വിശാലമായൊരു നമ്മുടെ ഒരു ഫ്രണ്ട് ഗ്ലാസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് ആയതുകൊണ്ട് ഈ ഡ്രൈവറിന് ഇവിടെ വണ്ടിയുടെ ഈ ഒരു ഭാഗം കാണാൻ പാകത്തിന് ഇവിടെ ഒരു ഗ്ലാസും പ്ലസ് ഇപ്പോഴും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വിഷ്വലായിട്ടുള്ള നമ്മുടെ രണ്ട് ഗ്ലാസുകളും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കൊണ്ട് മുൻഭാഗത്തുള്ള കാഴ്ചകൾ. നമ്മുടെ ഈ ഫോഴ്സിന്റെ മോണോബസിന്റെ സൈഡ് ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സൈഡ് ഭാഗത്ത് നമുക്ക് ഇവിടെ ഡോറ് കാണാം. ഇതിന് ആൾക്കൂടി ഈ വണ്ടി കാര്യം എന്ന് വെച്ചാൽ ഇത് ആകെ നമ്മുടെ സാധാരണ എല്ലാ ടൂറിസ്റ്റ് ബസ്സും പോലെ തന്നെ സിംഗിൾ ഡോറാണ്. ഫ്രണ്ടിൽ ആ ഡോറ് മാത്രമേ ഉള്ളൂ ആ പാസഞ്ചേഴ്സിന് കാണാൻ വേണ്ടി. പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു നമുക്ക് നല്ല വിഷ്വലി കാണാൻ പറ്റിയ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് ഉണ്ട്. അത് ഇവിടെ വന്നിട്ടുണ്ട്. പ്ലസ് ഇവിടെയും ചെറിയ ലൈറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ഈ ഭാഗത്ത് നമ്മുടെ വിശാലമായ വിൻഡോസാണ് നമുക്ക് ഈ വണ്ടിക്കുള്ളത്. പ്ലസ് അതിനൊപ്പം തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡീസലിൻ്റെ വന്നത്. ഇപ്പോൾ ഡീസലിൻ്റെ ഈ ടാങ്ക് കാര്യങ്ങൾ നമുക്കൊന്ന് ലോക്ക് ഇവിടെ ചെറിയ ലോക്ക് ഉണ്ട്. ഈ ലോക്ക് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഡീസൽ സാധാ ബസ്സിനൊക്കെ നോക്കുന്ന ഡീസലിൻ്റെ ഇതുണ്ട്. ഈ ടാങ്കിൻ്റെ അകത്തേക്ക് നമുക്ക് ലോക്ക് ഉണ്ട്. ഈ ലോക്ക് അഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡീസൽ ഫില്ല് ചെയ്യാൻ പറ്റും. ഇവിടെ ഡീസലിൻ്റെ ഇത് വന്നത് ഈ സൈഡിൽ തന്നെയാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ സൈഡിലേക്ക്, അതായത് ഡീസൽ ഇരിക്കുന്ന പോലെ തന്നെ ഇവിടെ വേറെ ഒരെണ്ണം കാണുന്നുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, ഇത് നമ്മുടെ AdBlue. ഇത് BS6 ബസ്സാണ്. BS6 ആയതുകൊണ്ട് നമ്മുടെ ഫ്യൂവലിൻ്റെ എമിഷൻ കുറക്കാൻ വേണ്ടിയും മലിനീകരണം കുറക്കാൻ വേണ്ടി AdBlue എന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ AdBlue ഉള്ളതുകൊണ്ട് AdBlueൻ്റെ ടാങ്ക് വന്നത് ഈ ഭാഗത്താണ്. ഇത്ര സാധനങ്ങളാണ് പൊതുവെ ഈ വണ്ടിയുടെ സൈഡിലുള്ളത്. പിന്നെ ഈ വണ്ടി നമ്മുടെ വീലിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ കിടക്കുന്നത് JK ടയേഴ്സിൻ്റെ 225/75 R70.5 ആണ് നമ്മുടെ വീലിനകത്ത് കിടക്കുന്നത്. ഇതിൻ്റെ 6 വീലും സെയിം ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ, വ്യത്യാസങ്ങളൊന്നുമില്ല. സെയിം 6 വീലും ഒരേപോലെ തന്നെയാണ്. നമ്മുടെ ട്രാവലറിലൊക്കെ വന്ന പോലെ തന്നെ 6 വീലും സെയിം അളവിലാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഫോഴ്സിൻ്റെ ട്രാവലറിൻ്റെ മോണോബസ്. എനിക്ക് പേഴ്സണലി തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ ട്രാവലർ
ഈ ട്രാവലറിൽ 25 സീറ്റ് ട്രാവലർ കുറച്ചും കൂടി വലിപ്പം വെച്ച് ഒരു ബസ്സായി മാറി അങ്ങനെ ഇരിക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ഫോഴ്സിന് അത് കൊണ്ടുവന്നത്. എന്തായാലും ഇതൊക്കെ ഇങ്ങനത്തെ വാഹനങ്ങളൊക്കെ കുറച്ചും കൂടി മുമ്പേ നമ്മളെ മാർക്കറ്റിൽ വരേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം അങ്ങനെ വന്നു വെച്ചെങ്കിൽ ഇപ്പം ഇവർ ജൊമാറ്റോ നമ്മുടെ ഈ ജൊമാറ്റോ ട്രാവൽ ഹബ്ബ് ഒരു പുതിയൊരു മാറ്റത്തിന് തുടക്കം എന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു വാഹനം ഇതേപോലത്തെ ഒരു വാഹനം പലപ്പോഴും നമ്മൾ 1 കൊല്ലം 1.5 കൊല്ലം മുകളിലായി ഇപ്പോൾ വിപണിയിൽ ഇറങ്ങിയെങ്കിലും വിപണി ഈ വണ്ടി ഇറക്കി. ഇപ്പോൾ ഇവിടെ തന്നെ ഇത്രയും ബസ്സുകൾ കിടപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു വണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക് എല്ലാവരും ഓട്ടം വരുന്നുണ്ട്. പ്ലസ് ഈ വണ്ടി ആവശ്യം നല്ല മൈലേജും കാര്യങ്ങളെല്ലാം തന്നെ വണ്ടിയാണെന്നാണ് നമ്മുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞത്. എന്തായാലും നമുക്ക് ഡ്രൈവറേൻ്റെ അടുത്ത് ഈ വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബാക്കി ഇതിൻ്റെ കുറച്ച് പുറത്തെ കാഴ്ചകൾ കണ്ടിട്ട് പോകും. അപ്പോൾ നമ്മൾ ഫോഴ്സിൻ്റെ മോണോബസിൻ്റെ പുറകുഭാഗത്തേക്ക് എത്തി. ഇപ്പോൾ പുറകുഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ഫോഴ്സ് എന്ന് എഴുതിയേക്കുന്ന ഈ ഒരു ലോഗോ അവർ ട്രാവലറിനും എല്ലാം കൊടുക്കുന്ന പോലെ ഫോഴ്സിൻ്റെ ലോഗോ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഗ്ലാസിനോട് ചേർന്ന്, അതായത് നമ്മുടെ ഈ എമർജൻസി എക്സിറ്റ് ആണ് ഈ വന്നേക്കുന്നത്. ഈ എമർജൻസി എക്സിറ്റിനോട് ചേർന്ന് തന്നെ ഫോഴ്സിൻ്റെ ലോഗോ ഈ ഗ്ലാസ്സിൽ തന്നെ അറ്റാച്ച്ഡ് ആണ് വന്നേക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും നമ്മുടെ ഗ്ലൈഡറൊക്കെ പോലെ പുറകെ നോക്കിയാൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലാണ് വന്നേക്കാം. പിന്നെ ഈ ഭാഗത്ത് ട്രാവലർ മോണോബസിന് ഇവരൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 റൗണ്ട് ലൈറ്റുകൾ, അതായത് ലൈറ്റുകൾ കാര്യങ്ങൾ കൊടുത്തേക്കും ഫ്രണ്ടിലും ബാക്കിലേക്ക് ഇറക്കുന്നത് റൗണ്ട് എന്നുള്ള ഒരു പാറ്റേൺ ഒരു കീപ്പ് ചെയ്യാൻ കൊണ്ട്. പിന്നെ ഇവിടെ ഓൾറെഡി റിഫ്ലക്ടർ ഒട്ടിച്ചിട്ടുണ്ട്. പ്ലസ് ഇവിടെ സെൻസേഴ്സ് ഉണ്ട്. പിന്നെ ബമ്പറിൽ ഓൾറെഡി അതിസുരക്ഷ നമ്പർ പ്ലേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ എന്താ ഇവിടെ എമർജൻസി എക്സിറ്റ് നോട്ടബിൾ ചെയ്തിട്ടുണ്ട്. മുകളിൽ 2 നമ്മുടെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വണ്ടിയുടെ പുറകു ഭാഗത്തുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ അകത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോയാലോ. അപ്പോൾ നമ്മുടെ ജൊറാഡോയുടെ ഈ ഫോഴ്സ് ട്രാവലർ മോണോ ബസ്സിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ അപ്പോൾ ഈ ഡോർ തുറക്കണമല്ലോ. അപ്പോൾ ഈ ഡോർ നമുക്ക് തുറക്കണം. അപ്പോൾ ഡോർ തുറക്കാൻ ഇത് എയർ ഡോർ അല്ല കേട്ടോ. ഇത് എയർ സസ്പെൻഷൻ അല്ല ഈ വണ്ടി. അത് ഞാൻ പറയാൻ വിട്ടുപോയി. എയർ സസ്പെൻഷൻ അല്ല. നമുക്ക് എന്തായാലും ഫീച്ചേഴ്സ് പറയുമ്പോൾ കൃത്യമായിട്ട് എന്ത് സസ്പെൻഷനും കാര്യങ്ങളാണെന്ന് നമ്മൾ പറയാനുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഡോർ നമുക്ക് തുറക്കാൻ വേണ്ടി ഈസിയാണ്. ഇത് നമ്മുടെ ഇങ്ങോട്ട് നമ്മൾ മാനുവലായിട്ട് തള്ളിയിട്ട് തുറക്കുന്ന രീതിയിലുള്ള ഡോറാണ്. അപ്പോൾ ഈ ഡോറിൽ നമുക്കിവിടെ ഓൾറെഡി ക്ലിപ്പ് ചെയ്തിടാൻ പറ്റും. നമ്മുടെ മാനുവൽ ഡോറാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇനി കയറിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോഴ്സിൻ്റെ മോണോ ബസ്സിൻ്റെ അകത്തേക്ക് നമ്മൾ എത്തി. അപ്പോൾ ജൊറാഡോയുടെ ഒരു നെയിം കാര്യങ്ങൾ പുറത്തൊട്ടിച്ചേക്കണം. അതേ നെയിം കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നല്ല വിഷ്വൽ കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ മുന്നിലേക്ക് നോക്കിയാൽ മുന്നിൽ ഈ ഒരു ഗിയർ ബോക്സ് ഒക്കെ വന്നേക്കുന്നത് പക്ക സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല സ്വിച്ചുകളും എല്ലാം നല്ല ക്വാളിറ്റി സ്വിച്ചുകളാണ് ഫോഴ്സ് നമുക്ക് ഈ വാങ്ങിച്ച് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, അതായത് ഈ വണ്ടി 33 സീറ്ററാണ്. അപ്പോൾ ഈ വണ്ടിയുടെ എങ്ങനെയുണ്ട് പെർഫോമൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഡ്രൈവറായിട്ടും വിഷ്ണു ചേട്ടനുണ്ട്. വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ ഡൊറാഡോയുടെ ഏറ്റവും പുതിയ നമ്മുടെ ഫോഴ്സിൻ്റെ വാഹനത്തിൻ്റെ അകത്താണ്. ഇപ്പോൾ ഈ ഒരു ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ലൈറ്റിങ്ങിലൊക്കെ നമ്മൾ പറയാൻ കാരണം വെച്ചാൽ ഇത് എത്ര ലൈറ്റ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ വന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈവറേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവറേട്ടൻ നമ്മുടെ സ്വന്തം വിഷ്ണു ചേട്ടനാണ്. വിഷ്ണു ചേട്ടൻ്റെ നമുക്ക് ചോദിക്കാം ഇതിൻ്റെ വിശേഷങ്ങൾ. വിഷ്ണു ചേട്ടാ വിഷ്ണു ചേട്ടൻ ഇപ്പോൾ നിലവിൽ ഡൊറാഡോയിൽ കുറേ നാളായിട്ടുണ്ട് അല്ലേ? തുടക്കം തൊട്ടുണ്ട്. അപ്പോൾ ഡൊറാഡോയിൽ ബാക്കി ബസ്സുകളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് അവർ ഫോഴ്സിലേക്ക് വന്നതല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കേരളത്തിൽ അധികം പേര് എടുത്തിട്ടുണ്ട്, കുറവായിരിക്കും. അപ്പോൾ ഈ വണ്ടിയിലേക്ക് വന്നപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഇത് ശരിക്കും ഡ്രൈവറിന് നല്ല കംഫോർട്ടായിട്ട്, പാസഞ്ചറിനും അതേപോലെ കംഫോർട്ടായിട്ടുള്ള വണ്ടിയാണ്. ഇത് ഇപ്പോൾ നമ്മൾ ഏകദേശം 8000 കിലോമീറ്റർ ഈ വണ്ടി ഓടിക്കും. 8000 കിലോമീറ്റർ ലോങ് ആയിട്ട് ബാംഗ്ലൂർ വരെ പോയിട്ടുണ്ടായിരുന്നു. പാസഞ്ചർ ഒരാളും സീറ്റില്ല, അതായത് ഇപ്പോൾ കമ്പനി സീറ്റാണ് നിലവിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് പണിയാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. ഇത് മാത്രമേ പാസഞ്ചർ പറയുന്നുള്ളൂ. എടുത്തിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇതിപ്പോ ഒക്ടോബർ പാതിയായിട്ട് എടുത്തു. എന്തായാലും വണ്ടി എൻ്റെ അതോടെ ഒരു സാധാരണ ഒരു സ്വഭാവം വെച്ചിട്ട് വണ്ടി പണിയേണ്ട സമയമായി. അത് സീസൺ ടൈം അല്ലേ? അതെ. അപ്പോൾ ഓട്ടോ ഉണ്ടല്ലോ, നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ്. സീറ്റ് പൊതുവെ അറിയാലോ, നല്ല എൻക്വയറി ഉള്ള. എനിക്കതുണ്ട്. ഇത് 33 സീറ്റ് അല്ലേ? എനിക്ക് തോന്നുന്നു ഇത് ആവശ്യത്തിന് 2000 സംതിങ് എത്തുകയാണ് ഇതിൻ്റെ ടോർക്കും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മറ്റേ 25 സീറ്റ് ട്രാവലറിനെക്കാട്ടും
കുറച്ചും കൂടി ഉണ്ട് എന്നാൽ ട്രാവലർ കൊണ്ടു നടക്കണേലും ഈസിയാണോ? ഈസിയാണ്. ശരിക്കും നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഒരു ഓടി വരുമ്പോൾ ഒരു വലിയ വണ്ടിയായിട്ട് തോന്നും. നമുക്ക് ഇതിനകത്ത് ഇരുന്ന് ഓടിക്കുമ്പോൾ അത് തോന്നില്ല. നല്ല ഓടിയുണ്ടല്ലേ? നമ്മൾ നല്ലൊരു കാർ ഓടിക്കുന്ന പോലുള്ള ഒരു ഫീലാണ്. അത് സ്മൂത്താണ്, നല്ല സ്മൂത്താണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഒരു വെറൈറ്റി ആണ്. അതെ അതെ, നമ്മൾ കാറിൻ്റെ അതേ വെച്ചിട്ടുണ്ട്. അതെ അതെ, കാറിന്റെ പോലെ തന്നെ അല്ലേ? അത് കുറച്ചും കൂടി മറ്റേന്ന് വെച്ചാൽ ഇതേപോലത്തെ അല്ല, ഒരു കുറച്ച് ഹാർഡറാണ്. എയർ ബ്രേക്ക് എപ്പോഴും കുറച്ച് ഹാർഡായിട്ടല്ലേ വരും. ഓക്കെ, ഇത് എയർ ബ്രേക്ക് അല്ല? അല്ല. ഓക്കെ, അപ്പൊ ഇത് എയർ ബ്രേക്ക് അല്ല, ഫ്ലൂയിഡ് ആണ്. 4 വീല് ഡിസ്ക് ബ്രേക്കാണ്. ഡിസ്ക് ആണ്. ഓക്കെ, അതാണ്. ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ലപോലെ വർക്ക് ചെയ്യും. നല്ലപോലെ വർക്ക് ചെയ്യണം. ഇപ്പൊ പൊതുവെ ഈ വണ്ടിയുടെ വീഡിയോസ് മറ്റേ യൂട്യൂബിലേക്ക് വന്നതും കൂടുതലും നമ്മൾ വിളിച്ചത് എന്ന് വെച്ചാൽ നമുക്കിതൊരു സ്കൂൾ ബസ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി എന്നൊക്കെ കുറെ പേര് പറഞ്ഞു. പക്ഷേ സ്കൂൾ ബസ്സിനെ ഞാൻ ഇപ്പോൾ ഓട്ടം വന്നേക്കുന്നതാണല്ലോ. പക്ഷെ എങ്കിൽ പോലും എങ്ങനെ അല്ലെ, സ്കൂൾ ബസ്സിനെക്കാട്ടൊക്കെ ഉപരി ഇതേപോലെ ആയിരിക്കും നല്ലതായിട്ട് ഓടിക്കാൻ പറ്റും. AC ഉണ്ട് ഇതിന്. ഇത് നിലവിലെ നോൺ AC ആണ്. കമ്പനി AC ഇറങ്ങുന്ന നോൺ AC വണ്ടിയാണ്. ഓക്കെ, നമുക്കത് ഓപ്ഷനിൽ AC ഓപ്ഷനാണ്. നമുക്ക് കയറി കയറ്റാം അല്ലേ? അപ്പൊ നിങ്ങൾ AC ആക്കി മാറ്റാനുള്ള പ്ലാൻ വണ്ടികളുണ്ട്, നിലവിലുണ്ട്. ഇളവുണ്ട്. ഓക്കെ, AC. അപ്പൊ നിലവിൽ നിങ്ങൾ ഇനി AC-ലേക്ക് AC കയറ്റുമല്ലോ. അതെ, അപ്പൊ വേറെ നിലവിൽ 35 സീറ്റ് 34 സീറ്റ് ടാറ്റ അൾട്ര ഒരെണ്ണമുണ്ട്. പുഷ് ബാഗ്. അപ്പൊ നിങ്ങളിപ്പോ ഓൾറെഡി ഇത് മാറ്റൂലേ? ഇതും പുഷ് ബാഗിലേക്ക് അല്ലെ? നിങ്ങൾ സാധാരണ എല്ലാം പുഷ് ബാഗ് അല്ലേ? അപ്പൊ ഇനിയിപ്പോ നിങ്ങളുടെ ഗാരേജിലേക്ക് ഇത് ഇപ്പൊ ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഫേസ് ലിഫ്റ്റും കാരണം പല സാധനങ്ങളൊക്കെ ഇപ്പൊ കാണുമല്ലോ. കാരണം നിങ്ങള് പൊതുവെ ഇപ്പൊ ഒരു വെറൈറ്റി കൊടുക്കുന്ന ടീമാണ്. അപ്പൊ എന്തായാലും അത് കഴിയുമ്പോൾ എന്തായാലും ഞാനൊരു വരും കൂടി പാടും. ഗാരേജ് ഒന്നും എനിക്ക് കാണണം, കാരണം എനിക്ക് ഇതുവരെ വരാൻ പറ്റിയില്ല. എന്തായാലും വരും, ഞാൻ എന്തായാലും വരാം. അതെ, തീർച്ചയായും. അതെ അതെ, ഞാൻ തീർച്ചയായിട്ടും. അല്ല, നമ്മള് ആ ഒരു നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങളെ നമ്മളോട് കീപ്പ് ചെയ്യുന്ന ആ ഒരു സ്നേഹം, ആ ഒരു അതെ, നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ അത്ര നല്ല അതെ നിങ്ങളെ ടീമൊക്കെ അതെ. അല്ല, അതാണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് നിങ്ങൾ ക്ലിക്കാനുള്ള കാരണങ്ങളും അതെ. കാരണം നമ്മളെ ആ ഒരു കണക്ഷൻസും ആ ഒരു ബന്ധങ്ങളും. അപ്പോൾ ചേട്ടാ, പിന്നെ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഏകദേശം നിങ്ങൾ ഇതിനും വേറെ വണ്ടിയാണ് നമ്മളെ മറ്റേ ടാറ്റയുടെ അൾട്ര ഉണ്ടല്ലോ. അപ്പോൾ അൾട്രയും ഇതും വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ചേട്ടൻ അൾട്രയും കൊണ്ട് പോകാറൊക്കെ ഉണ്ടല്ലോ ഓട്ടം. ചേട്ടന് കുറച്ചും കൂടി കംഫർട്ട് ഇതാണോ അതാണോ? ചോദിച്ചു വാങ്ങിയതാന്നല്ലേ? എനിക്ക് ഞാൻ തരില്ല. ഓക്കെ, അപ്പൊ നമുക്ക് സിംഗിൾ ഞാനിപ്പോ ഒറ്റയ്ക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്. വേറെ സെപ്പറേറ്റ് സൈഡോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് കണ്ടല്ലോ, ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇതിന് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇന്ന് തന്നെ ആ ഒരു വണ്ടി തിരിക്കാൻ നമുക്ക് പരിമിതിയായിട്ടുള്ളൊരു സ്ഥലം മതി. അതെ, അത് ശരിയാണ്. നമ്മള് അതെ, വണ്ടി പെട്ടെന്ന് ഒടിഞ്ഞു പോരുകയൊക്കെ ചെയ്യും. ഒടിഞ്ഞു പോരും. അതിന് നമുക്ക് ആ ഒരു ഇല്ല. കാരണം പിന്നെ സൈഡ് മിറർ ഇതിൽ ഏറ്റവും എടുത്തു പറയണത് സൈഡ് മിറർ നല്ലോണം നമുക്ക് 2 സൈഡും കാണാം. വിഷ്വലി പക്കയാണ്. പിന്നെ നമുക്ക് പിന്നെ എപ്പോഴും നമുക്കൊരു വണ്ടി കൊണ്ട് കിടക്കുമ്പോൾ ഒരു ധാരണയുണ്ടല്ലോ, തിരിയും. അതെ, അല്ല അതെനിക്കറിയാം. കാരണം ചേട്ടനിപ്പോ വണ്ടി ഓടിച്ച് തിരിച്ചതാണെങ്കിൽ പോലും പക്കയായിട്ട് ചേരാൻ മതി. അവിടെ തിരിവുള്ള പ്രശ്നമൊന്നുമില്ല, നേരെ സുഖമായിട്ട് കൂളായിട്ട് പോകുന്നു. നമുക്കറിയാലോ ഒരു വഴി കൂടെ വണ്ടി പോവോ ഇല്ലയോ നമുക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റുമല്ലോ. അതെ അതെ, അതേപോലെ തിരിയുന്ന ഒറ്റയ്ക്ക് കൊണ്ട് നടന്ന പെരിയ നല്ലോണം. അതെ, നമുക്ക് ഇപ്പൊ ധൈര്യമായിട്ട് നമുക്ക് ഒരു ഇതോട്ട് കയറി പോവില്ലെങ്കിൽ നമുക്കറിയാം പോവില്ല കേട്ടോ, അത് നമുക്ക് ഇത്തോട്ട് പറയാൻ പറ്റും. അപ്പൊ അത് ഇപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞു വെച്ചാല് അപ്ഡേഷൻ ഒരുവിധം വൈറോഡുകളെല്ലാം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, ഒരുവിധപ്പെട്ട വൈറോഡുകളെല്ലാം വണ്ടി കയറി പോകും. പിന്നെ എനിക്ക് തോന്നുന്നു ഫോഴ്സിന്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ സർവീസും പെട്ടെന്ന് അവൈലബിലിറ്റി ഉണ്ടാവും. കാരണം ട്രാവലറിന് നമ്മുടെ ട്രാവലർ ഏറ്റവും കൂടുതൽ ജനപ്രീതി ആർജിക്കാൻ കാരണം എന്ന് വെച്ചാൽ മിക്ക അവരുടെ സർവീസ് കാര്യങ്ങൾ പെട്ടെന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഫോഴ്സിന്റെ തന്നെ ഫാമിലിയിൽ നിന്ന് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ട്രാവലർ ഒരു ബസ് ആയി മാറി. അത്ര തന്നെ, അത്ര സിമ്പിളാണ് സംഭവം. പിന്നെ ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ബ്രേക്കിങ് കാര്യങ്ങൾ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു. പിന്നെ ഇവിടെ ഈ നമ്മുടെ ഈ കുറെ ഈ സ്വിച്ചുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ വോൾവോയിലും മറ്റേ ഫ്ലൈറ്റിലൊക്കെ കാണുന്ന സെറ്റപ്പ് അത് വേണമെങ്കിൽ കൊടുക്കാവുന്നത്. അതെ, ഇതെന്താ സംഭവം ഇവിടെ ഒരു സംഭവം? നല്ല അടിപൊളി ഇൻസ്ട്രുമെന്റുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓ, സ്റ്റിയറിംഗ് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ, അഡ്ജസ്റ്റബിൾ ആണ് സ്റ്റിയറിംഗ് കാര്യങ്ങൾ. ഓക്കെ, അത് കൊള്ളാല്ലേ. അതിപ്പോ ആർക്കും നല്ല കംഫർട്ടായിട്ട് ഓടിക്കാനൊക്കെ പറ്റും. അതേപോലെ സീറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സീറ്റുകളാണല്ലേ. ഹൈറ്റ് കൂട്ടാം, ഹൈറ്റ് കുറയ്ക്കാം. ഓക്കെ, ആ രീതിക്കുള്ള സീറ്റുകളാണ് നമ്മുടെ വന്നത്. ചേട്ടാ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാവോ ശബ്ദം?
അധികം ശബ്ദമൊന്നുമില്ല, വലിയ നോയ്സിങ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഓക്കെ ഓഫ് ചെയ്തോ. അപ്പൊ ഞാൻ ചവിട്ട് വെക്കട്ടെ. ഇപ്പൊ ഈ ഓൺ ചെയ്തിട്ട് ഇത്ര മിനിറ്റ് നിൽക്കണം അങ്ങനെയല്ലോ ഇപ്പൊ. ഇപ്പൊ നമ്മുടെ ഈ പ്രകാശിന്റെ ഒക്കെ ബസ്സുകളും അൾട്രക്കൊക്കെ ഓൺ ചെയ്തിട്ടൊരു ശബ്ദം കേൾക്കണ വരെ നിന്നിട്ട് ഓൺ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഇല്ലേ? അതേപോലെ അല്ലേ വേണ്ടത്? ഓൺ ആയിരുന്നു അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ നിലവിൽ ഒരു വണ്ടിക്കൊരു ഓണായി വരാനുള്ളൊരു ടൈം എല്ലാം ലോഡായി വന്നു. പിന്നെ ഇതിന്റെ ഡോറില് തുറന്ന് നടന്ന ഒച്ച അങ്ങനെ എന്തൊക്കെയുണ്ട്? ഞാൻ നേരത്തെ ഡോർ തുറന്നപ്പോ എനിക്ക് ഇത് ഫോർഹെഡ് ലൈറ്റും കൂടി കത്തുമല്ലേ? ആ ഡോറിനുണ്ട്. ഇതാണോ നമ്മളെപ്പോഴും നമുക്ക് സേഫ്റ്റി ഒരു സേഫ്റ്റി തന്നെ നോക്കിയില്ല. കാരണം അതുകൊണ്ടാണ് നമ്മൾ എവിടെ കൊണ്ടുപോയി തുറന്നാലും ഡോർ തുറന്നു നടന്നാൽ നമുക്ക് അറിയാൻ പറ്റും. ഫോർണ്ടിക്കേഷൻ വർക്കാവും. അതേപോലെ തന്നെ ഇതിനകത്തെ ലൈറ്റ് ഓഫാണ്. ഇപ്പൊ ലൈറ്റ് ഓഫാണ്. ഈ ലൈറ്റ് എല്ലാം ഓഫാണ്. ഓക്കെ, നിലവിൽ ലൈറ്റ് എല്ലാം ഓഫാണ്. അതെ അതെ. ഇപ്പൊ നമ്മള് ഡോർ തുറക്കാൻ നേരത്ത് ഫുൾ കത്തും. ഫുള്ള് ലൈറ്റാണ്. ഓ ഗൈസ്, അപ്പൊ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് കത്തും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത് സേഫ്റ്റി മെഷറാണ് ഓക്കെ. പക്ഷേ എനിക്കൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ ഡോർ ഇങ്ങനെ തുറന്ന് ഈ യാത്ര രാത്രിയിൽ നമ്മൾ പോകുമ്പോ ഡ്രൈവർ ഇൻകേസ് തുറക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഫുൾ ആൾക്കാർ ഉറക്കട്ടെ നമ്മൾ അവിടെ ഓഫ് ചെയ്തത്. രാത്രിയിൽ ഒരാൾക്ക് ഒരു അർജന്റ് ഉണ്ടെന്ന് പുറത്തോട്ട് ഇറങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുറന്നു കഴിയുമ്പോഴത്തേക്ക് അതെ സേഫ്റ്റി ഓക്കെ. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം അതാണ് പറഞ്ഞത്. വണ്ടി ഒരു ബാക്കി സേഫ്റ്റി വൈസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു കാര്യം കാരണം നമ്മൾ ഇങ്ങനത്തെ യാത്രകൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പോകുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ആവശ്യത്തിന് നിർത്തേണ്ടി വന്നാൽ ആൾക്കാരും കൂടി എണീക്കേണ്ട ഒരു അവസ്ഥ. അപ്പൊ അത് ഇപ്പോൾ ഇത് കട്ട് ചെയ്താൽ മതിയാവും. ചേട്ടാ ഇതെന്താണ് ഈ ഒരു വലിയൊരു ബോക്സ്? അതും എമർജൻസി എക്സിറ്റ് തന്നെയാണ് മുകളിൽ. മൊത്തം 4 എമർജൻസി എക്സിറ്റ് ഉള്ളത്. ഒന്ന് റൈറ്റ് ഏറ്റവും ലാസ്റ്റ്, പിന്നെ മെയിൻ നമ്മുടെ ബാക്കിലെ ഗ്ലാസ്, പിന്നെ ഈ ടോപ്പിൽ വരുന്ന 2 എണ്ണം. ഇതില് എനിക്ക് തോന്നുന്നൊരു 3 പേർക്ക് സുഖമായിട്ട് ഇതിനകത്ത് കയറി ഇറങ്ങാൻ പറ്റും. എന്നെപ്പോലെയാണെങ്കിൽ 4 പേർക്കും കയറാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെയല്ലേ ചേട്ടാ ഇതിന്റെ നമ്മുടെ ഈ വണ്ടിയുടെ കാര്യങ്ങൾ. അപ്പൊ ഇത് ഈ വണ്ടി ഇപ്പൊ നിലവിൽ ഇറങ്ങിയ ശേഷം എനിക്ക് തോന്നുന്നു ഫുൾ ഓട്ടത്തിലാർന്നല്ലേ? ഫുൾ ഓട്ടം ഓർമ്മ. അപ്പൊ ഇപ്പൊ ഇത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പണിയെടുക്കാനുള്ള വർക്ക്ഷോപ്പിൽ ഡേറ്റ് വിളിച്ച് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. അടുത്താഴ്ച കൊണ്ടുവരാം. ഇപ്പൊ നിലവില് എനിക്കൊരു ഓട്ടം ഉണ്ടായതിന്റെ പേരിൽ കുറച്ച് മാറ്റി വെച്ചേക്കുക. അടുത്ത മാസമൊക്കെ ഏകദേശം ആവുമ്പോഴത്തേക്ക് എന്നിട്ട് ഫുള്ള് സീറ്റും ബർത്തും എല്ലാം പണി. ഓക്കെ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വണ്ടി നമ്മുടെ ട്രാവലറിന്റെ ഇത് മാറിയെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ, ഈ ഒരു നമ്മുടെ ഈ ഒരു ഗിയർ ബോക്സിന്റെ ഈ ഒരു പാനലൊക്കെ ആണെങ്കിൽ ഒതുങ്ങി സ്മൂത്ത് ആയിട്ടല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാണെങ്കിൽ കുറച്ച് നമ്മൾ അവര് പോകുന്നു. അതെ, ഇവിടെ ആളുകൾ അതെ നമുക്ക് ഈ ഒരു പുറകോട്ട് ആൾക്കാർക്കൊക്കെ ശരിക്കും നല്ല കംഫർട്ട്. ഈ ഒരു സൈഡ് മിററിൽ ഏകദേശം ബാക്കി ഇരിക്കുന്ന ആളെ നമുക്ക് നല്ലോണം കാണാൻ പറ്റും. ഓ ഈ ഒരു മിറർ അല്ലേ? നല്ലോണം കാണാൻ പറ്റും. അറ്റം വരെ കാണാൻ. അതേപോലെ അവർക്കും നമ്മളെ കാണാൻ പറ്റും. കൃത്യമായിട്ട് അവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ അതേപോലെ ഇവിടെ മിറർ ഉണ്ടല്ലോ ഈ മുൻഭാഗത്ത്. അപ്പൊ ആ ഫ്രണ്ട് നമുക്ക് അതിന്റെ ഡിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം അറിയത്തില്ല. അതെ, ഞാൻ പകലെടുത്ത വീഡിയോയിൽ അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ടെസ്റ്റ് ഒക്കെ കഴിയുമ്പോൾ ഈ ഡോറാറൊന്നും ഇപ്പൊ സൈഡിൽ ചെയ്തൊക്കെ മാറ്റി ഫ്രണ്ടിൽ നല്ല അടിപൊളിയായിട്ടൊക്കെ വരും. കമ്പനിയിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ചെയ്തേക്കുന്ന ആ പേര് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല. നിലവിൽ കമ്പനി എങ്ങനെ വണ്ടി തന്നു നേരെ ഇറങ്ങി വണ്ടി ഓടുകയാണ്. ഇത് ഇളക്കണമെന്ന് കരുതി. പിന്നെ നമ്മള് വണ്ടി കൊണ്ട് ചെല്ലാൻ നേരത്ത് നമ്മുടെ വണ്ടിയാന്ന് എല്ലാവർക്കും അറിയണ്ടേ. അതെ, അതുകൊണ്ടാണ് കീപ്പ് ചെയ്ത് പോകുന്നത്. പിന്നെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ നമ്മുടെ മറ്റേ ബാക്കി വണ്ടികളിലെല്ലാം പോലെ തന്നെ ഡൊറാഡ കയറും അല്ലെ. അപ്പോ ഡൊറാഡയുടെ ഈ വണ്ടിക്ക് എല്ലാവിധ ആശംസകളും. ഇനി ഇതുപോലെ വെറൈറ്റി വണ്ടികളൊക്കെ വരുമല്ലേ? കൊണ്ടുതന്നെ തീർച്ചയായും കൊണ്ടുതന്നെ. വെറൈറ്റി വേണം. അതെ, വെറൈറ്റി ആണ് നമ്മുടെ വീക്ക്നെസ്. കൂടുതൽ സർപ്രൈസ് ലോഡിംഗ് ആണ്. അപ്പൊ എന്തായാലും സർപ്രൈസ് ലോഡിംഗ് ആയ ശേഷം വീണ്ടും ഒരു ഞാൻ അവിടെ കയ്യിൽ വരും. തീർച്ചയായും. ഓക്കെ ചേട്ടാ.